ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് സ്നേഹ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കുറിച്ചും അവയുടെ സവിശേഷതകളെ കുറിച്ചുമാണ്. അതിന്റെ തുടർഭാഗം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കേരളത്തെ കുറിച്ചാണ്. നമ്മുടെ സ്വന്തം കേരളത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്നത് നമ്മുടെ കേരളമാണ്. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ എണ്ണത്തിൽ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ എണ്ണത്തിൽ കൂടുതലുള്ളത് കേരളത്തിലാണ്. മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഇന്റർനെറ്റ് സേവനം പൗരാവകാശമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഇന്റർനെറ്റ് സേവനം പൗരാവകാശമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഔദ്യോഗിക ഉത്തരവാദിത്ത ടൂറിസം നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഔദ്യോഗിക ഉത്തരവാദിത്ത ടൂറിസം നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ മാജിക് ടൂറിസം പദ്ധതിക്ക് തുടക്കമിട്ട ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇന്ത്യയിൽ മാജിക് ടൂറിസം പദ്ധതിക്ക് തുടക്കമിട്ട ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അർബുദ രജിസ്ട്രേഷൻ നിർബന്ധിതമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. നമ്മുടെ കേരളത്തിലാണ് ആദ്യമായി അർബുദ രജിസ്ട്രേഷൻ നിർബന്ധിതമാക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിച്ചത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിച്ച സംസ്ഥാനം കേരളമാണ്. സമ്പൂർണ്ണ റേഷനിംഗ് സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. സമ്പൂർണ്ണ റേഷനിംഗ് സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഗോത്രവിഭാഗ പോലീസ് ബറ്റാലിയൻ രൂപവത്കരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. ഗോത്രവിഭാഗ പോലീസ് ബറ്റാലിയൻ രൂപവത്കരിച്ചത് 2019 രൂപവത്കരിച്ച സംസ്ഥാനം കേരളമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നത് ഏത് സംസ്ഥാനത്തിന്റെ ടൂറിസം വകുപ്പിന്റെ ആപ്തവാക്യമാണ്? കേരളത്തിന്റെയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നത് കേരളത്തിലെ ടൂറിസം വകുപ്പിന്റെ ആപ്തവാക്യമാണ്. അടുത്തത് നമുക്ക് മധ്യപ്രദേശിനെ കുറിച്ച് പഠിക്കാം. ഖജുരാഹോ ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ കാന്തരീയ ക്ഷേത്രം ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? ശിവനാണ്. ഖജുരാഹോ ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ കാന്തരീയ ക്ഷേത്രം ശിവനാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഖജുരാഹോ ക്ഷേത്രങ്ങൾ മധ്യപ്രദേശിലാണുള്ളത്. ഖജുരാഹോ ക്ഷേത്രങ്ങൾ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഭാരത് ഭവൻ എന്ന മൾട്ടി ആർട്ട് സെന്റർ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഭോപ്പാൽ. ഭാരത് ഭവൻ എന്ന മൾട്ടി ആർട്ട് സെന്റർ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഭോപ്പാൽ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശിലാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശിലാണ്. ഇന്ത്യയുടെ സോയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ സോയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് നിന്നാണ് സതി എന്ന ആചാരം സംബന്ധിച്ച് ഏറ്റവും പഴക്കമുള്ള തെളിവ് ലഭിച്ചിട്ടുള്ളത്? ഇറാനിലാണ്. ഇന്ത്യയിലെ ഇറാൻ എന്ന സ്ഥലത്ത് നിന്നാണ് സതി എന്ന ആചാരം സംബന്ധിച്ച് ഏറ്റവും പഴക്കങ്ങളുള്ള തെളിവ് ലഭിച്ചിട്ടുള്ളത്. സുംഗവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന വിദിശ മധ്യപ്രദേശിലാണ്. സുംഗവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന വിദിശ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ കടുവ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ കടുവ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ കടുവ സംസ്ഥാനം മധ്യപ്രദേശാണ്. സാഞ്ചി സ്തൂപം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. സാഞ്ചി സ്തൂപം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിന് വിസ്തീർണത്തിൽ എത്രാമത്തെ സ്ഥാനമാണുള്ളത്? 2ാം സ്ഥാനമാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിന് വിസ്തീർണത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗിരിവർഗക്കാർ ഉള്ളത് മധ്യപ്രദേശിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗിരിവർഗക്കാർ ഉള്ളത് മധ്യപ്രദേശിലാണ്. കാന്തരീയ മഹാദേവ ക്ഷേത്രം ഖജുരാഹോയിലാണ്. കാന്തരീയ മഹാക്ഷേത്രം എവിടെയാണ്? ഖജുരാഹോയിലാണ്. ഉജ്ജയിനി ഏത് നദിയുടെ തീരത്താണ്? ക്ഷിപ്ര നദിയുടെ തീരത്താണ്. ശിലായുഗ മനുഷ്യൻ താമസിച്ചിരുന്ന ഭിംബേട്ക ഗുഹകൾ മധ്യപ്രദേശിലാണ്. ശിലായുഗ മനുഷ്യൻ താമസിച്ചിരുന്ന ഭിംബേട്ക ഗുഹകൾ ഏത് സംസ്ഥാനത്താണുള്ളത്? മധ്യപ്രദേശിലാണ്. ഏത് സംസ്ഥാനത്താണ് ധൂപ്ഗഡ്? മധ്യപ്രദേശിലെ മഹാദേവ മലനിരകളിലാണ്.
ഏത് സംസ്ഥാനത്താണ് ധൂപ്ഗഡ്? മധ്യപ്രദേശിലെ മഹാദേവ് മലനിരകളിലാണ്. CRPF രൂപം കൊണ്ട മധ്യപ്രദേശിലെ സ്ഥലമാണ് നീമച്ച്. CRPF രൂപം കൊണ്ട മധ്യപ്രദേശിലെ സ്ഥലമാണ് നീമച്ച്. താൻസൻ സ്മാരകം എവിടെയാണ്? ഗ്വാളിയാറിലാണ്. താൻസൻ സ്മാരകം എവിടെയാണ്? ഗ്വാളിയോറിലാണ്. റുഡ്യാർഡ് ക്ലിപ്പിംഗിന്റെ ജംഗിൾ ബുക്കിന്റെ പശ്ചാത്തലം കൻഹ വനമാണ്. റുഡ്യാർഡ് ക്ലിപ്പിംഗിന്റെ ജംഗിൾ ബുക്കിന്റെ പശ്ചാത്തലം വരുന്നത് കൻഹ വനമാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സെന്റർ ISRO എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? അയോധ്യ നഗറിലാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സെന്റർ ISRO എവിടെയാണ് സ്ഥാപിച്ചത്? അയോധ്യ നഗറിലാണ്. മധ്യപ്രദേശ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം ഇൻഡോർ ആണ്. മധ്യപ്രദേശ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം വരുന്നത് ഇൻഡോർ ആണ്. മധ്യപ്രദേശിൽ എവിടെയാണ് ആൽക്കലോയിഡ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്? നീമച്ചിലാണ്. മധ്യപ്രദേശിലെ നീമച്ചിലാണ് ആൽക്കലോയിഡ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിലെ ഏക സുഖവാസ കേന്ദ്രമാണ് പച്മടി. മധ്യപ്രദേശിലെ ഏക സുഖവാസ കേന്ദ്രമാണ് പച്മടി. മധ്യപ്രദേശിലെ തന്നെ ഏറ്റവും വലിയ നഗരം ഏതാ? ഇൻഡോർ ആണ്. മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരം ഇൻഡോർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഘരാന ഏതാ? ഗ്വാളിയോർ ഘരാനയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഘരാന ഗ്വാളിയർ ഘരാനയാണ്. മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്നത് ഉജ്ജയിനിയിലാണ്. മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഉജ്ജയിനിയാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എവിടെയാണുള്ളത്? ഭോപ്പാലിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എവിടെയാണ്? ഭോപ്പാലിലാണ്. അടുത്തത് നമുക്ക് മഹാരാഷ്ട്രയെ കുറിച്ച് പഠിക്കാം. മഹാരാഷ്ട്ര നിയമസഭയുടെ ശൈത്യകാല സമ്മേളനം സാധാരണയായി നടക്കുന്നത് നാഗ്പൂരിലാണ്. മഹാരാഷ്ട്ര നിയമസഭയുടെ ശൈത്യകാല സമ്മേളനം സാധാരണയായി നടക്കുന്ന നഗരമാണ് നാഗ്പൂർ. മെയ് 1 നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും. മെയ് 1 നിലവിൽ വന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും. നിയമസഭയിൽ ഓൺലൈൻ ചോദ്യങ്ങൾക്ക് അവസരമൊരുക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. നിയമസഭയിൽ ഓൺലൈൻ ചോദ്യങ്ങൾക്ക് അവസരമൊരുക്കിയ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. എലിഫന്റ് ഗുഹ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. എലിഫന്റ് ഗുഹ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യം തടയാൻ നിർഭയ സ്ക്വാഡ് ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യം തടയാനായി നിർഭയ സ്ക്വാഡ് ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അണ്ണാ ഹസാരെ ഏത് സംസ്ഥാനക്കാരനാണ്? മഹാരാഷ്ട്രക്കാരനാണ്. അണ്ണാ ഹസാരെ മഹാരാഷ്ട്രക്കാരനാണ്. മഹാരാഷ്ട്രയിൽ കുംഭമേള നടക്കുന്നത് നാസിക്കിലാണ്. മഹാരാഷ്ട്രയിൽ കുംഭമേള നടക്കുന്നത് നാസിക് എന്ന സ്ഥലത്ത് വെച്ചാണ്. സ്ത്രീകളുടെ ചിത്രവും ട്രാഫിക് സിഗ്നലുകളിൽ പ്രതീകമായി ഉപയോഗിക്കാൻ തീരുമാനിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. സ്ത്രീകളുടെ ചിത്രവും ട്രാഫിക് സിഗ്നലുകളിൽ പ്രതീകമായി ഉപയോഗിക്കാൻ തീരുമാനിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മുംബൈ നഗരത്തിലാണത് ഉപയോഗിച്ചത്. വാർലി എന്ന ഗോത്ര വിഭാഗം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. സ്ത്രീകൾക്കായുള്ള രാജ്യത്തെ ഓപ്പൺ ജയിൽ തുറന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. സ്ത്രീകൾക്ക് വേണ്ടി രാജ്യത്തെ ഓപ്പൺ ജയിൽ തുറന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ്. എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ പെനിസിലിൻ ഫാക്ടറി പിംപ്രിയിലാണ്. മഹാരാഷ്ട്രയിൽ പെനിസിലിൻ ഫാക്ടറി എവിടെയാണ്? പിംപ്രിയിലാണ്. ദ പവർ ഹൗസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയെയാണ്. ദ പവർ ഹൗസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ആധാർ പദ്ധതി ആദ്യം നടപ്പാക്കിയത് മഹാരാഷ്ട്രയിലാണ്. ആധാർ പദ്ധതി ആദ്യം നടപ്പാക്കിയത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധ, ജൈന, പാഴ്സി മതക്കാരുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ ബുദ്ധ, ജൈന, പാഴ്സി മതക്കാരുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. വ്യാവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. വ്യാവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ശതവാഹനന്മാരുടെ ശക്തി കേന്ദ്രമായിരുന്ന പൈതാൻ ഏത് സംസ്ഥാനത്താണുള്ളത്? മഹാരാഷ്ട്രയിലാണ്. ശതവാഹനന്മാരുടെ ശക്തി കേന്ദ്രമായിരുന്ന പൈതാൻ മഹാരാഷ്ട്രയിലാണ്. മുംബൈയിലെ ടവർ ഓഫ് സൈലൻസ് ഏത് മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? പാഴ്സി മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.
മുംബൈയിലെ ടവർ ഓഫ് സൈലൻസ് ഏത് മതവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? പാഴ്സി മതവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഷിർദി സായി ബാബയുടെ ജന്മസ്ഥലമായ ഷിർദി ഏത് സംസ്ഥാനത്താണുള്ളത്? മഹാരാഷ്ട്രയിലാണ്. ഷിർദി സായി ബാബയുടെ ജന്മസ്ഥലമായ ഷിർദി ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. അന്ധവിശ്വാസം നിരോധിക്കുന്നതിന് നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അന്ധവിശ്വാസം നിരോധിക്കുന്നതിന് നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ബ്രിട്ടീഷ് ഇന്ത്യയുടെ മധ്യത്തായി സ്ഥിതി ചെയ്തിരുന്നത് നാഗ്പൂരാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ മധ്യത്തായി സ്ഥിതി ചെയ്തിരുന്ന നഗരമാണ് നാഗ്പൂർ. ലാവാനി എന്നറിയപ്പെടുന്ന നാടോടി നൃത്തരൂപം മഹാരാഷ്ട്രയിലെയാണ്. ലാവാനി എന്നറിയപ്പെടുന്ന നാടോടി നൃത്തരൂപം ഏത് സംസ്ഥാനത്തെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെയാണ്. ഏറ്റവും കൂടുതൽ പേർ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യൻ നഗരം ഏതാ? മുംബൈ ആണ്. ഏറ്റവും കൂടുതൽ പേർ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ. ഊരുവിലക്കിനെതിരെ നിയമം കൊണ്ടുവന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഊരുവിലക്കിനെതിരെ നിയമം കൊണ്ടുവന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യ ഗേറ്റിന്റെ ഉയരം വരുന്നത് 42 മീറ്റർ ആണ്. ഇന്ത്യ ഗേറ്റിന്റെ ഉയരം 42 മീറ്റർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം നടന്ന നഗരമാണ് മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം നടന്ന നഗരമാണ് മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി വനിതാ മേയർ അധികാരമേറ്റ നഗരമാണ് മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി വനിതാ മേയർ അധികാരമേറ്റ നഗരമാണ് മുംബൈ. കണ്ടൽക്കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കണ്ടൽക്കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മോട്ടോർ വാഹനങ്ങൾക്ക് അനുമതിയില്ലാത്ത ഇന്ത്യയിലെ ഹിൽ സ്റ്റേഷനാണ് മതേരൻ. മോട്ടോർ വാഹനങ്ങൾക്ക് അനുമതിയില്ലാത്ത ഇന്ത്യയിലെ ഹിൽ സ്റ്റേഷനാണ് മതേരൻ. അടുത്തത് നമുക്ക് മണിപ്പൂരിനെ കുറിച്ച് പഠിക്കാം. റാണി ഗൈഡിൻലിയു ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം എവിടെയാണ്? മണിപ്പൂരിലാണ്. റാണി ഗൈഡിൻലിയു ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം എവിടെയാണ്? മണിപ്പൂരിലാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് അതേ പേരിലുള്ള നദിയുള്ളത്? മണിപ്പൂർ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് അതേ പേരുള്ള നദിയുള്ളത്? മണിപ്പൂരിലാണ്. ഇന്ത്യൻ റെയിൽവേ മാപ്പിൽ 2021 സ്ഥാനം പിടിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. ഇന്ത്യൻ റെയിൽവേ മാപ്പിൽ 2021 സ്ഥാനം പിടിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂർ സംസ്ഥാനത്തിന്റെ തനത് നൃത്തമാണ് ജോഗോയ്. മണിപ്പൂർ സംസ്ഥാനത്തിന്റെ തനത് നൃത്തമാണ് ജോഗോയ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിരാഹാര വ്രതമനുഷ്ഠിച്ച് സമരം നടത്തിയ വനിതയാണ് ഇറോം ശർമിള. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിരാഹാര വ്രതമനുഷ്ഠിച്ച് സമരം നടത്തിയിട്ടുള്ള ഒരു വനിതയാണ് ഇറോം ശർമിള. മണിപ്പൂരിലെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് മണിപ്പൂരി. മണിപ്പൂരിലെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് മണിപ്പൂരി. ഇന്ത്യയിൽ സാർവത്രിക വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശമാണ് മണിപ്പൂർ. ഇന്ത്യയിൽ സാർവത്രിക വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശമാണ് മണിപ്പൂർ. ഇന്ത്യയുടെ രത്നം അഥവാ ജ്വൽ ഓഫ് ഇന്ത്യ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് മണിപ്പൂരിനെയാണ്. ഇന്ത്യയുടെ രത്നം അഥവാ ജ്വൽ ഓഫ് ഇന്ത്യ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. ഇറോം ഷാനു ശർമിള ഏത് സംസ്ഥാനത്ത് നിന്നുള്ള സമരനായികയാണ്? മണിപ്പൂർ. ഇറോം ഷാനു ശർമിള മണിപ്പൂർ സമരനായികയാണ്. INA മ്യൂസിയം എവിടെയാണുള്ളത്? മണിപ്പൂരിലെ മൊയ്രാങ്. INA മ്യൂസിയം എവിടെയാണ്? മണിപ്പൂരിലെ മൊയ്രാങ്. അടുത്തത് നമുക്ക് മേഘാലയയെ കുറിച്ച് പഠിക്കാം. മേഘാലയയിലെ ഗാരോ വിഭാഗത്തിന്റെ കൊയ്ത്തുത്സവമാണ് വാൻഗാല. മേഘാലയയിലെ ഗാരോ വിഭാഗത്തിന്റെ കൊയ്ത്തുത്സവമാണ് വാൻഗാല. ചിറാപുഞ്ചി ഉള്ളത് മേഘാലയയിലാണ്. ചിറാപുഞ്ചി മേഘാലയയിലാണ്. ഗാസികളും കുക്കികളും ഏത് സംസ്ഥാനത്തെ ജനതയാണ്? മേഘാലയയിലെ. ഗാസികളും കുക്കികളും ഏത് സംസ്ഥാനത്തെ ജനതയാണ്? മേഘാലയയിലെ. എലിഫന്റ് വെള്ളച്ചാട്ടം മേഘാലയയിലാണ്. എലിഫന്റ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ്. സ്വന്തമായി ജലനയം കൊണ്ടുവന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ. സ്വന്തമായി ജലനയം കൊണ്ടുവന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ. മോസ്മായി വെള്ളച്ചാട്ടം മേഘാലയയിലാണ്. മോസ്മായി വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ്. മേഘങ്ങളുടെ പാർപ്പിടം എന്നറിയപ്പെടുന്നത് മേഘാലയയാണ്. മേഘങ്ങളുടെ പാർപ്പിടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മേഘാലയയാണ്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദിയായ ഉമൻഗട്ട് നദി ഒഴുകുന്നത് മേഘാലയയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദിയാണ് ഉമൻഗട്ട് നദി.
അത് ഒഴുകുന്നത് മേഘാലയയിലാണ്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഷില്ലോങ് എന്ന പ്രദേശമാണ്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രദേശമാണ് ഷില്ലോങ്. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദീദ്വീപാണ് നോങ്ഗനം. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദീദ്വീപാണ് നോങ്ഗനം. അടുത്തത് നമുക്ക് മിസോറാമിനെ കുറിച്ച് പഠിക്കാം. മിസോറാമിലെ ഏറ്റവും വലിയ കൊയ്ത്തുത്സവമാണ് ചപ്ചാർ കുട്ടുമേള. ഏത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ കൊയ്ത്തുത്സവമാണ് ചപ്ചാർ കുട്ടുമേള? മിസോറാം. വാൻ തവാങ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. വാൻ തവാങ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് മിസോറാമിനാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് മിസോറാമിനാണ്. ചിരാവ് എന്ന ബാംബു ഡാൻസ് അരങ്ങേറുന്ന സംസ്ഥാനമാണ് മിസോറാം. ചിരാവ് എന്ന ബാംബു ഡാൻസ് അരങ്ങേറുന്ന സംസ്ഥാനമാണ് മിസോറാം. കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന പേരിന് അർത്ഥമുള്ള സംസ്ഥാനമാണ് മിസോറാം. കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനമാണ് മിസോറാം. കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന സംസ്ഥാനമാണ് മിസോറാം. കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി നൽകുന്നത് മിസോറാമിലാണ്. ആദ്യത്തെ ഓൾ ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് മിസോറാം. ആദ്യത്തെ ഓൾ ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് മിസോറാം. വ്യവസായങ്ങളില്ലാത്ത നാട് എന്നറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാ? മിസോറാം തന്നെയാണ്. വ്യവസായങ്ങളില്ലാത്ത നാട് എന്നറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? മിസോറാം തന്നെയാണ്. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. മിസോറാമിന്റെ പഴയ പേരാണ് ലുഷായ് ഹിൽ ഡിസ്ട്രിക്ട്. മിസോറാമിന്റെ പഴയ പേരാണ് ലൂഷായ് ഹിൽ ഡിസ്ട്രിക്ട്. അടുത്ത നമുക്ക് നാഗാലാൻഡിനെ കുറിച്ച് പഠിക്കാം. നാഗാലാൻഡിലെ പ്രധാന ആഘോഷം ഏതാ? ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ്. നാഗാലാൻഡിലെ പ്രധാന ആഘോഷമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. അംഗമി ജനത അധിവസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. അംഗമി ജനത അധിവസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് നാഗാലാൻഡിന് രൂപം നൽകിയത്? ആസാം. ആസാം എന്ന സംസ്ഥാനത്തെ വിഭജിച്ചാണ് നാഗാലാൻഡിന് രൂപം നൽകിയത്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? നാഗാലാൻഡ് ആണ്. ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉള്ള സംസ്ഥാനം ഏതാ? നാഗാലാൻഡ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉള്ള സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിന് വിവിപാറ്റ് സംവിധാനം ആദ്യമായി ഉപയോഗിച്ചത് നാഗാലാൻഡിലാണ്. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിന് വിവിപാറ്റ് സംവിധാനം ആദ്യമായി ഉപയോഗിച്ചത് ഏത് സംസ്ഥാനത്താണ്? നാഗാലാൻഡിലാണ്. നാഗാലാൻഡിലെ പ്രധാനപ്പെട്ട മതമാണ് ക്രിസ്തുമതം. നാഗാലാൻഡിലെ പ്രധാന മതമാണ് ക്രിസ്തുമതം. 1956 സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം വടക്ക് കിഴക്കേ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് നാഗാലാൻഡ്. 1956 സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം 1963 വടക്ക് കിഴക്കേ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. നമുക്ക് കർണാടക എന്ന സംസ്ഥാനത്തെ കുറിച്ച് കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. കാർഷിക ആദായ നികുതി നിർത്തലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടകം. കാർഷിക ആദായ നികുതി നിർത്തലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടകം. എയ്ഡ്സ് ബാധിതർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏതാ? കർണാടകം തന്നെയാണ്. എയ്ഡ്സ് ബാധിതർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമാണ് കർണാടകം. ഏറ്റവും വിസ്തീർണം കൂടിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടകം. ഏറ്റവും വിസ്തീർണം കൂടിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടകം. ഇന്ത്യയിൽ ആദ്യമായി ചൈൽഡ് ബജറ്റ് അവതരിപ്പിച്ചത് കർണാടകയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ചൈൽഡ് ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കോർപ്പറേഷൻ ആരംഭിക്കുന്നതിന് തീരുമാനിച്ച ആദ്യ സംസ്ഥാനമാണ് കർണാടകം. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കോർപ്പറേഷൻ ആരംഭിക്കുന്നതിന് തീരുമാനിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കർണാടകം. ആംഗ്ലോ ഇന്ത്യൻ ജനത ഏറ്റവും കൂടുതലുള്ളത് കർണാടകയിലാണ്.
ആംഗ്ലോ ഇന്ത്യൻ ജനത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടകം. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടകം. ഇന്ത്യയിൽ പൗരന്മാരുടെ ആരോഗ്യനില കണക്കിലെടുത്ത് ഹെൽത്ത് രജിസ്റ്റർ പുറത്തിറക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിൽ പൗരന്മാരുടെ ആരോഗ്യനില കണക്കിലെടുത്ത് ഹെൽത്ത് രജിസ്റ്റർ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനമാണ് കർണാടക. രാജ്യത്ത് ആദ്യമായി പോലീസിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് കർണാടകയിലാണ്. രാജ്യത്ത് ആദ്യമായി പോലീസിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടകം. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് വ്യക്തമായി തന്നെ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ തുടർഭാഗം പഠിക്കാം. താങ്ക് യു.